തലൈവർ 171 എന്ന ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റും വലിയ വാർത്തയാണ്. കോളിവുഡിലെ ഇപ്പോഴത്തെ സെൻസേഷൻ ഡയറക്ടർ ലോകേഷ് കനകരാജും രജനീകാന്തും ഒന്നിക്കുന്നു എന്നത് തന്നെയാണ് ചിത്രത്തിന്റെ വലിയ പ്രത്യേകത. അടുത്ത വർഷം ചിത്രത്തിന്റെ ചിത്രീകരണം ആരംഭിക്കും. ഇപ്പോൾ കോളിവുഡിലെ ചർച്ച ചിത്രത്തിൽ ആരാണ് വില്ലനായി എത്തുക എന്നതാണ്. ലോകേഷ് രജനീകാന്ത് ചിത്രം ഏപ്രിൽ മാസത്തോടെ ആരംഭിക്കാനാണ് പദ്ധതിയിടുന്നത്. അതിനിടയിലാണ് ആരാണ് ചിത്രത്തിൽ വില്ലനാകുക എന്ന ചർച്ച കൊഴുക്കുന്നത്. തമിഴിലെ ചില മുൻനിര താരങ്ങളെ തന്നെ ലോകേഷ് രജനീകാന്തിന്റെ വില്ലനാകുവാൻ സമീപിച്ചെന്നാണ് വിവരം. എന്നാൽ അന്തിമ തീരുമാനം ആയിട്ടില്ല. ഏറ്റവും അവസാനം ലോകേഷ് വിജയ് സേതുപതിയെ സമീപിച്ചെന്നാണ് വിവരം. എന്നാൽ വിജയ് സേതുപതി കഥ കേട്ടുവെങ്കിലും യെസ് പറഞ്ഞില്ലെന്നാണ് വിവരം. ലോകേഷ് സംവിധാനം ചെയ്ത വിജയ് നായകനായ മാസ്റ്ററിലും കമൽഹാസൻ അഭിനയിച്ച വിക്രത്തിലും പ്രധാന വില്ലൻ വിജയ് സേതുപതിയാണ്. അടുത്തിടെ വില്ലൻ വേഷങ്ങളിൽ നിന്നും ഇടവേളയെടുക്കുന്നു എന്നും വിജയ് സേതുപതി പ്രതികരിച്ചിരുന്നു. അതിനാൽ തന്നെ വിജയ് സേതുപതി ഈ വേഷം ഏറ്റെടുക്കുമോ എന്നത് കണ്ടറിയേണ്ട വിഷയമാണ്. സൺ പിക്ചേഴ്സാണ് തലൈവർ 171 നിർമ്മിക്കുന്നത്. രജനീകാന്തിന്റെ വൻ ഹിറ്റായ ജയിലർ സൺ പിക്ചേഴ്സ് ആയിരുന്നു നിർമ്മിച്ചത്. അതിനിടെ തലൈവർ 171 സംബന്ധിച്ച് മറ്റൊരു വിവരവും പ്രചരിച്ചിരുന്നു. ഇനി ലോകേഷ് ചിത്രത്തിലേക്ക് ഷാരൂഖ് ഖാനെ ഒരു വേഷത്തിലേക്ക് വിളിച്ചുവെങ്കിലും ഷാരൂഖ് നോ പറഞ്ഞുവെന്നാണ് വിവരം. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ചില സിനിമാ വൃത്തങ്ങളെ ഉദ്ധരിച്ച് പിങ്ക് വില്ല റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ ഷാരൂഖ് ഖാനെ കൊണ്ടുവരാൻ ലോകേഷ് കനകരാജിന് താൽപ്പര്യം ഉണ്ടായിരുന്നു. ലോകേഷ് ഷാരൂഖ് ഖാനെ കാണുകയും അദ്ദേഹത്തിന് വേണ്ടി എഴുതിയ ക്യാരക്ടർ സംബന്ധിച്ച് വിശദമായി അദ്ദേഹത്തോട് വിവരിക്കുകയും ചെയ്തു. ഷാരൂഖിന് കഥയും റോളും ഏറെ ഇഷ്ടപ്പെട്ടു. രജനീകാന്തിനൊപ്പം അഭിനയിക്കാൻ വിളിച്ചതിൽ തന്റെ നന്ദിയും പറഞ്ഞു. എന്നാൽ തനിക്ക് ഇപ്പോൾ ഈ റോൾ ചെയ്യാൻ സാധിക്കില്ലെന്ന് ഷാരൂഖ് ലോകേഷിനെ അറിയിച്ചു. ഷാരൂഖ് വളരെ മാന്യമായി തന്നെയാണ് ലോകേഷിനെ ഈ കാര്യം അറിയിച്ചത്. ബ്രഹ്മാസ്ത്ര, റോക്കറ്ററി, ടൈഗർ 3 തുടങ്ങിയ ചിത്രങ്ങൾ തുടർച്ചയായി ഗസ്റ്റ് അപ്പിയറൻസുകൾ ഷാരൂഖ് നടത്തിയിരുന്നു. അതിനാൽ സ്വന്തം ചിത്രങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന്റെ ഭാഗമാണ് ഇതെന്നാണ് റിപ്പോർട്ട്.